നമ്മൾ കേൾക്കാൻ പോകുന്നത് ടൈഫൂൺ ഫാമിലി എന്ന കേഡ്രാമയുടെ 17ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണേ മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയും ബാക്കിയുള്ള ആൾക്കാരും അവിടെ കൂടിയിരിക്കുമ്പോൾ ആ ലേഡി പോവാണ് കുറ്റബോധം കാരണം. ഹീറോ പോവല്ലേ, ഈ ഡ്രിങ്ക് കുടിച്ചിട്ട് പോന്ന് പറഞ്ഞ് അവൻ എണീക്കുമ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന അച്ഛന്റെ നെയിമിംഗ് ബോർഡ് ഉണ്ടല്ലോ, അത് ഇളകി തറയിൽ വീഴും. അതിനകത്ത് അടി കൊണ്ടതുകൊണ്ട് തന്നെ അത് പന്നലായിട്ടുണ്ട്. അങ്ങനെ ഇളകി വീഴുമ്പോൾ അതിനകത്തൊരു പേപ്പർ ഇരിപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ ഒരു ഫോമാണ്, ആ ഒരു എഗ്രിമെന്റ് ആണ്. ആ നേരം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഈ നെയിമിംഗ് ബോർഡ് അച്ഛന് കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ ലേഡി തന്നെയാണ്. ആ ലേഡി പണ്ട് ഭയങ്കര ആത്മാർത്ഥതയോടെ പണിയെടുക്കുമായിരുന്നു. അച്ഛന് വലിയ കാര്യമായിരുന്നു അച്ഛന്റെ നെയിമിംഗ് ബോർഡൊക്കെ നല്ല രീതിയിൽ തുടച്ചു വെക്കുമായിരുന്നു. കാരണം കുറെ ആൾക്കാരുടെ വരുമാന മാർഗമാണ് ആ അച്ഛൻ. എത്രയോ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ആ ഒരു ബഹുമാനം എല്ലാരും കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ലേഡിയും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഗതികേട് കൊണ്ട് പിന്നെ മാറിയതാണ്. കട്ട് ചെയ്താൽ എല്ലാരും കൂടെ ഹീറോന്റെ ഓഫീസിൽ വരും. ഹീറോനെ ഇറക്കി വിട്ട ഓഫീസിൽ അവിടെ വന്നിരുന്ന് മാഗി വേവിച്ച് കഴിക്കുകയാണ്. ആ ലേഡി മാത്രം കഴിക്കുന്നില്ല. ആ ലേഡിക്ക് വേറൊരു കുറ്റബോധം എന്താന്ന് വെച്ചാല് അച്ഛൻ ആ ഫോം ഒളിപ്പിച്ചു വെച്ചത് മറ്റൊന്നുമല്ല, ഈ ലേഡി കൊടുത്ത ആ ബോർഡിൽ തന്നെയാണ്. ആ കുറ്റബോധത്തിലാണ്. എന്നിട്ട് അയാളോട് അങ്ങനെ ചെയ്തല്ലോ. ഈ ലേഡിയെ ബാക്കിയുള്ള ആൾക്കാരൊന്നും ആദ്യം അടുപ്പിക്കത്തില്ലായിരുന്നു അവരെ ചതിച്ചത് കൊണ്ട്. എന്നാൽ ഇപ്പൊ എല്ലാരും വിളിക്കും, വാ വന്ന് കഴിക്കെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഹീറോ നൂഡിൽസ് കോരിയിട്ട് കൊടുക്കുകയാണ് ഇവർക്ക് കഴിക്കാനായിട്ട്. ഇപ്പൊ പിണക്കൊന്നുമില്ല, ഇവരുടെ ഗതികേട് കൊണ്ടാണ്. എന്നാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇവർ ജോലിയൊക്കെ വിട്ടിറങ്ങി പോയല്ലോ, അതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എല്ലാരും കൂടെ സന്തോഷപ്പെട്ടിരുന്ന് കഴിക്കുകയാണ്. ഇനി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താൽ മാത്രം മതി. കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും അടുത്തത് എന്താണ് പ്ലാൻ എന്ന്. പിന്നെ അവർ ആ ബിൽഡിങ്ങിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ മുടിയനും വില്ലൻ പയ്യനും എന്താണ് ബന്ധം എന്ന് അറിയാനായിട്ട്. അപ്പൊ അതിരുന്ന് പരിശോധിച്ച് നോക്കാണ്. അത് നോക്കുമ്പോൾ ആ ഡോക്യുമെന്റിൽ മറ്റൊന്നുമല്ല, ഈ നമ്മുടെ സ്റ്റൈലൻ പയ്യന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഫോട്ടോ ഉണ്ട്. അവര് പണ്ട് തൊട്ടേ സ്റ്റൈലൻ പയ്യന്റെ അച്ഛന്റെ കമ്പനി നോക്കി വെച്ചതാണ്. വേറൊന്നുമല്ല, ഇവരുടെ കണ്ണ് മൊത്തം അച്ഛൻ ഉണ്ടാക്കിയ ഒരു മൈക്രോ കൂളിംഗ് ഫാനിലാണ്. ഇവരൊരു പ്രത്യേക തരം ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ഫോറിൻ കമ്പനിയാണ്. അതായത് ആ മുടിയൻ പയ്യന്റെ കമ്പനിയൊക്കെ ഒരു പ്രത്യേക തരം ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പണ്ടത്തെ തരം വീഡിയോ പ്ലെയർ, അതിനകത്ത് വീഡിയോ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഇത് കാണുന്ന സമയത്ത് അതിനകത്ത് പ്രൊസസർ ഉണ്ട്. ഈ പ്രൊസസർ നല്ല രീതിയിൽ ഓവർ ഹീറ്റ് ആവും 30 മിനിറ്റിന് ശേഷം. അപ്പൊ അത് താനെ ഷട്ട് ഓഫ് ആയി പോകും. അത് പ്രൊസസറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന ഒരു ഫീച്ചറാണ്. എന്നാൽ അത് അങ്ങനെ ചൂടാവാൻ പാടില്ല. ചൂടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൈക്രോ ഫാൻ വെക്കണം. മൈക്രോ ഫാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് കൊള്ളുന്ന ചെറിയൊരു ഫാൻ. അങ്ങനെ ആ ഡിവൈസിൽ ആ ഫാൻ വെക്കുവാണെങ്കിൽ അത് ചൂടാവത്തില്ല, അതിനെ തണുപ്പിക്കും. എന്നാൽ അവർക്ക് ഫാൻ ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. അതിന്റെ പേറ്റന്റ് ഈ അച്ഛന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് മാത്രമേ ഫാൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അതുപോലെ വിൽക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ ഈ പേറ്റന്റിന് വേണ്ടിയിട്ടാണ് അവരുടെ കമ്പനി മനഃപൂർവ്വം ഇവർ പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്നത്, ബാങ്കുകാരോട് സംസാരിച്ചിട്ട്. അതിന് സഹായിക്കുന്നത് മറ്റാരുമല്ല, വില്ലൻ പയ്യൻ തന്നെയാണ്. വില്ലൻ പയ്യനും മുടിയൻ പയ്യനും തമ്മിൽ എന്തോ ഒരു കരാർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വില്ലൻ പയ്യൻ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. വില്ലൻ പയ്യന്റെ സഹായത്തോടു കൂടി മുടിയൻ പയ്യൻ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഈ ഒരു മൈക്രോ ഫാൻ അടിച്ചു മാറ്റാനായിട്ട്. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇവരുടെ കമ്പനി പൈസ കൊണ്ടുവന്നിട്ട് അത് വാങ്ങാതെ അവരുടെ കമ്പനീനെ പൂട്ടിക്കാനായിട്ട് ശ്രമിച്ചത്. ആ കമ്പനി പിടിച്ചെടുക്കാൻ പോകുന്നത് വില്ലൻ പയ്യനൊക്കെയാണ്. അപ്പൊ അത് മുടിയൻ പയ്യന് കിട്ടുമല്ലോ. മനസ്സിലായില്ലേ? ഈ നേരം മുടിയൻ പയ്യനെയും വില്ലൻ പയ്യനെയും കാണുകയാണെങ്കിൽ അവര് തമ്മിൽ പാർട്ട്നേഴ്സ് ആണ്. വില്ലൻ പയ്യൻ മുടിയൻ പയ്യന് മദ്യമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാണ്. ഈ മുടിയൻ പയ്യൻ ഒരു ഷിപ്പ് തന്നെ അവന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? വില്ലൻ പയ്യന്. അതിലൂടെ എന്തോ ഒരു ബിസിനസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കമ്പനി പിടിച്ചെടുത്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു പേറ്റന്റ് അവർക്ക് കിട്ടുമല്ലോ. അപ്പൊ ഫാൻ ഇവർക്ക് തന്നെ ഉണ്ടാക്കി ഇവർക്ക് തന്നെ അവരുടെ സിസ്റ്റത്തിൽ വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സ്റ്റൈലൻ പയ്യന്റെ അച്ഛന്റെ അനുവാദം വേണം ആ പേറ്റന്റ് എടുക്കാനായിട്ട്. പുള്ളിക്കാരൻ്റെ ആ പേറ്റന്റ് ഉള്ളത്. പുള്ളിക്കാരന്റെ പേരിലല്ല, ആ കമ്പനിയുടെ പേരിൽ. ആ കമ്പനി പിടിച്ചു വാങ്ങുവാണെങ്കിൽ ആ പേറ്റന്റ് ഈ മുടിയൻ പയ്യനൊക്കെ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് കമന്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. കാരണം ഇതിനകത്ത് പേറ്റന്റിന്റെ കാര്യമൊക്കെ വരുന്നുണ്ട്. ചില ആൾക്കാർക്കൊന്നും ഇത് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞു തരുന്നത്. അറിയാവുന്നവരെന്നെ ചീത്ത പറയില്ല കേട്ടോ. അപ്പൊ വില്ലൻ പയ്യൻ പറഞ്ഞതുപോലെ തന്നെ ആ കമ്പനി പിടിച്ചു വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. അതിന് പകരമായിട്ട് വില്ലൻ പയ്യന് മുടിയൻ പയ്യൻ കൊടുക്കാൻ പോകുന്നത് എന്താണ്? ഒരു ഷിപ്പാണ്. അതിന്റെ ഡിസ്കഷനിലാണ്. ഇപ്പൊ വില്ലൻ പയ്യൻ മുടിയനോട് ചോദിക്കും എന്നാണ് ആ ഷിപ്പ് വാങ്ങാൻ പോണേന്ന്. എന്നാൽ മുടിയൻ പയ്യൻ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. എന്തായാലും വില്ലൻ പയ്യന് വിശ്വാസമാണ്, അവൻ വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും. കാരണം കോൺട്രാക്ട് ഇല്ലേ, അവര് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കും ടീംസിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. വില്ലൻ പയ്യൻ ഒരു ഷിപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നാറിത്തരം കാണിക്കുന്നതെന്ന്. ആ ഒരു കമ്പനി പിടിച്ചെടുക്കാൻ നോക്കുന്നത് മറ്റൊന്നിനുമല്ല, ആ ഒരു മൈക്രോ കൂളിംഗ് ഫാനിന് വേണ്ടിയിട്ടാണ്, അതിന്റെ പേറ്റന്റിന് വേണ്ടിയിട്ട്. വീണ്ടും ഹീറോനെയും ടീംസിനെയും കാണിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇതിനെതിരെ എങ്ങനെ പ്രതിഷേധിക്കണമെന്ന് അറിയത്തില്ല. അപ്പൊ ഹീറോയിൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. ഇങ്ങനൊരു പേറ്റന്റ് ഉണ്ടെങ്കിൽ ആ കമ്പനി തിരികെ കിട്ടാനായിട്ട്, ആ കമ്പനി കൈവിട്ട് പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആ ഒരു പേറ്റന്റിനെ പബ്ലിക് ആക്കിയാൽ മതി. എല്ലാവർക്കും മൈക്രോ കൂളിംഗ് ഫാൻ ഉണ്ടാക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റ് എഴുതി കൊടുത്താൽ മതി. പേറ്റന്റ് ഒരാൾക്കുണ്ടെങ്കിൽ അത് വെച്ച് അവർക്ക് മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഈ പേറ്റന്റിനെ ബാക്കിയുള്ള കമ്പനികൾക്ക് കൂടെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ എല്ലാ കമ്പനികൾക്കും ഉണ്ടാക്കാം. ഇവര് പൈസ കൊടുത്ത് ഈ കമ്പനീനെ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ മുടിയനൊക്കെ ഈ പൈസ കൊടുത്ത് കമ്പനീനെ വാങ്ങുമോ? ഇല്ല. മുടിയനും അതുപോലെ തന്നെ വില്ലനും തെറ്റും. അത് ഉറപ്പായിട്ടുള്ള കാര്യം
കാര്യമാണ്. ഇപ്പൊ ഹീറോയിനാണ് ഈ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ സന്തോഷപ്പെട്ട് അവളുടെ തോളത്ത് പിടിക്കുകയാണ്. ഇവരുടെ ഈ അടുപ്പം കണ്ടിട്ട് ലേഡിക്ക് വരെ അത്ഭുതമായി പോകും. കാരണം ഇവര് തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും നമുക്കല്ലേ അറിയാവൂ അവര് തമ്മിൽ ഡേറ്റിംഗിലാണെന്ന്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. പിറ്റേ ദിവസം മാനേജർ കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് വില്ലൻ പയ്യനെ വന്ന് കാണും. വില്ലൻ പയ്യൻ അവിടെ ഷിപ്പിന്റെ പ്ലാനൊക്കെ നോക്കുകയാണ്. അതിന്റെ ഒരു ഇന്റീരിയർ ഡിസൈൻ ഉണ്ടല്ലോ അതൊക്കെ നോക്കുകയാണ്. ഇപ്പൊ ഇയാൾ കൊണ്ടുവന്ന് കോഫി കൊടുക്കുമ്പോൾ വില്ലൻ പയ്യൻ ചോദിക്കും ഈ ചായയിൽ വല്ലതും തുപ്പിയിട്ടുണ്ടോന്ന്. അവര് ദേഷ്യത്തിന്റെ പുറത്തെ. എന്നാൽ അയാൾ പറയും ഞാൻ അങ്ങനത്തെ മനുഷ്യനൊന്നും അല്ല, ഞാൻ അങ്ങനെ ചായയിലൊന്നും തുപ്പാറില്ല എന്ന്. പക്ഷെ തുപ്പിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്തായാലും വില്ലൻ പയ്യൻ അത് ആസ്വദിച്ച് കുടിക്കും. അതുപോലെ തന്നെ വില്ലൻ പയ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചായ നമ്മുടെ ഹീറോയിൻ ഇടുന്ന ചായയാണ്. അവളുടെ ചായക്ക് ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. അവൾക്ക് മാത്രം ഉള്ള ഒരു റെസിപ്പിയാണ്. അവളുടെ ചായ വേണമെന്ന് പറയുമ്പോൾ അവൾ ഇവിടെ ഇല്ല, അവൾ ഇന്ന് ലീവിലാണ്, എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ മാനേജറിനും അറിയത്തില്ല എന്നാ പറയുന്നത്. പക്ഷെ ഹീറോയിൻ എവിടെ പോയെന്ന് നോക്കിയാൽ ഹീറോയിനും നമ്മുടെ ലേഡിയും കൂടെ അവർ ആ കമ്പനിയിൽ വന്നിരുന്ന് എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പേറ്റന്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, കുറച്ച് ദിവസത്തിന് ശേഷം ഇപ്പൊ ഇവരുടെ നിന്ന് കൈവിട്ടു പോയ ആ മൈക്രോ ഫാനൊക്കെ ഉള്ള ആ ഒരു കമ്പനിയില്ലേ, സ്റ്റൈലും പയ്യന്റെ അച്ഛന്റെ കമ്പനി, അത് ലേലത്തിൽ വെക്കും. ആരാണോ പിടിക്കുന്നത് അവർക്കത് പിടിക്കാൻ പറ്റും. എന്നാൽ ഹീറോന്റെ പേരിൽ കമ്പനി ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു കമ്പനി സ്ഥാപിക്കുകയാണ്. മീസോൺ എന്ന് പറയുന്ന പേരുള്ള ഒരു കമ്പനി. നേരത്തെ ടൈഫൂൺ ട്രേഡിംഗ് ആയിരുന്നല്ലോ, ഇപ്പൊ അത് മാറ്റിയിട്ട് മീസോൺ ആക്കിയിട്ടുണ്ട്. കാരണം ഹീറോയ്ക്ക് സ്വന്തമായിട്ട് കമ്പനി ഇല്ല, അത് വില്ലൻ പയ്യൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഒരു ടൈറ്റിൽ എന്താണ് ഇരിക്കുന്നത്, ഹീറോന്റെ കഴിവ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവന് പുതിയതായിട്ട് വീണ്ടും കമ്പനി തുടങ്ങാനായിട്ടുള്ള കഴിവുണ്ട്. ഇപ്പൊ അവര് പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങുകയാണ്, മീസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി. അതിന്റെ പേരിൽ സ്റ്റൈലൻ പയ്യന്റെ അച്ഛന്റെ കമ്പനി ലേലം പിടിക്കാനാണ് ഇവരുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെയാണ് പിടിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ചെറുതായിട്ട് ബോറായിട്ട് തോന്നും, കാരണം ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പിന്നെ പേറ്റന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. അതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ അറിയാമെങ്കിൽ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. ഈ നേരം ഹീറോയും മറ്റേ ആളും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, സ്റ്റൈലൻ പയ്യന്റെ അച്ഛനും കൂടെ. സ്റ്റൈലൻ പയ്യന്റെ അച്ഛൻ ചോദിക്കും ഹീറോയിനോട് എന്തിനാണ് എന്നെ ഇത്രയധികം സഹായിക്കുന്നതെന്ന്. പക്ഷേ ഹീറോ പറയും ഞാനൊരു ട്രേഡറാണ്, ഇതിലൂടെ നിങ്ങൾക്ക് ലാഭം വരും, എനിക്ക് ലാഭം വരുമെന്ന്. അതുപോലെ ഹീറോന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ചെറിയ ഫാൻ കണ്ടോ, അതാണ് മൈക്രോ ഫാൻ. അതാണ് ആ വീഡിയോ പ്ലെയറിൽ വെക്കാൻ പോകുന്നത് ചൂടാവാതിരിക്കാനായിട്ട്. അതിന്റെ പേറ്റന്റ് ഉള്ള മനുഷ്യനാണ് സ്റ്റൈലൻ പയ്യന്റെ അച്ഛൻ. സ്റ്റൈലൻ പയ്യന്റെ അച്ഛന് മാത്രമേ അത് വിൽക്കാനായിട്ടുള്ള അനുമതിയുള്ളൂ. എന്നാൽ അത് പബ്ലിക് ആക്കുവാണെങ്കിൽ എല്ലാ കമ്പനിക്കാർക്കും കിട്ടും. അതിന് വേണ്ടിയിട്ട് സ്റ്റൈലൻ പയ്യന്റെ അച്ഛന്റെ കമ്പനി മുടിയും പിടിച്ചെടുക്കാനായിട്ട് നോക്കത്തില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ സ്റ്റൈലൻ പയ്യന്റെ അച്ഛന് ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഹീറോ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അന്ന് രാത്രി തന്നെ സ്റ്റൈലൻ പയ്യനാണെങ്കിൽ ഹീറോന്റെ ഓഫീസിൽ കയറും. ഇപ്പൊ അത് വില്ലൻ പയ്യന്റെ ഓഫീസല്ലേ, എന്നാൽ ആരും അറിയാതെ അതിനകത്ത് കയറിയിട്ട് കമ്പ്യൂട്ടർ ഓൺ ആക്കി ആ പേറ്റന്റ് പബ്ലിക് ആക്കാനായിട്ട് നോക്കുകയാണ്. ഈ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് സെക്യൂരിറ്റിമാർ വരും. അവൻ കമ്പ്യൂട്ടർ സ്ക്രീൻ ഓഫ് ആക്കിയിട്ട് അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്യും, പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. പിന്നെ സെക്യൂരിറ്റി പോകുമ്പോൾ അവ എണീച്ച് കമ്പ്യൂട്ടർ ഓൺ ആക്കി നോക്കുമ്പോൾ അത് പബ്ലിക് ആക്കിയിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ആ മൈക്രോ ഫാൻ. അത് ഫ്രീ ആയിട്ടാണ് പേറ്റന്റ് വിട്ടുകൊടുത്തേക്കുന്നത്. അത് വിറ്റായിരുന്നെങ്കിൽ ഒരുപാട് പൈസ കിട്ടിയേനെ. എന്നാൽ ആ കമ്പനി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് അതേ ഉള്ളൊരു മാർഗം. ഇപ്പൊ ഇത് പബ്ലിക് ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ഛനെ ആൾക്കാർ വിളിക്കും. ആരുടെ അച്ഛനെ? സ്റ്റൈലൻ പയ്യന്റെ അച്ഛനെ. കാരണം ഇത്രയും വലിയൊരു ടെക്നോളജിയാണ് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തേക്കുന്നത്. ഈ വിളിക്കുന്ന ആൾക്കാരോട് അച്ഛൻ പറയും അത് മോശമായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല, എല്ലാം നല്ല കാര്യത്തിന് വേണ്ടി വേണം ഉപയോഗിക്കാനെന്ന്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഫോൺ ഇറങ്ങിയില്ലായിരുന്നോ, അതായത് ഫാൻ ഉള്ള ഒരു ഫോൺ, അതിന് ലിക്വിഡ് കൂളിംഗ് ഒക്കെ ഉള്ള ഒരു ഫോൺ. അറിയാമോ ഏത് ഫോണാണെന്ന്? അടിപൊളി ഫോണാണ്. എല്ലാവരും ഈ ആപ്പിളിന്റെ പിന്നാലെ നടക്കുമ്പോൾ ഇത് കണക്കത്തെ ഫോണൊക്കെ നോക്കുന്ന കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. പക്ഷെ അത് അടിപൊളി ഫോണാണ്. എന്തായാലും അത്രയും വില കൊടുത്ത് വാങ്ങുന്നതല്ലേ ഫോൺ. അപ്പൊ ഈ ഫാനുള്ള ഫോൺ തന്നെ വാങ്ങണം, അടിപൊളിയാണ്. എല്ലാവർക്കും യൂസ് ആവുമെന്ന് തോന്നുന്നില്ല, പക്ഷേ നമ്മളെ പോലെ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ആവും. അടിപൊളിയാണ്. ഏത് ഫോണാണെന്ന് അറിയാമോ? കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളെ മാനേജർ ഒരു പത്ര ഓഫീസിൽ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് അന്നത്തെ പത്രം നേരത്തെ വാങ്ങുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് വില്ലൻ പയ്യനെയാണ്. വില്ലൻ പയ്യൻ കാർ ഓടിച്ച് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാനേജർ ആണെങ്കിൽ ഗേറ്റ് തുറക്കുന്നില്ല. ചാവി കളഞ്ഞതുപോലെ അഭിനയിക്കും. അതുപോലെ തന്നെ ചാവി ഇട്ട് തിരിക്കുന്നത് പോലെ കുറെ സമയം കളയുന്നുണ്ട്. പതിയെ ഗേറ്റ് തുറക്കുകയാണ്. ഇയാൾ എന്തിനാണ് ഈ സമയം കളയുന്നതെന്ന് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. വില്ലൻ പയ്യനെ അകത്തോട്ട് കയറ്റി വിടാനായിട്ട് ഒരുപാട് താമസിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോ ആ പേറ്റന്റിന്റെ കാര്യം അവൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, അറിയില്ല. ഈ നേരം ഹീറോ അവിടെ കാത്തു നിൽക്കുമ്പോൾ ഹീറോയിൻ ഒരു പത്രം കൊണ്ടുവന്ന് ഹീറോയിന്റെ കയ്യിൽ കൊടുക്കും. നേരത്തെ മാനേജർ ഹീറോയിന്റെ കയ്യിൽ കൊടുത്ത ആ പത്രമാണ് ഇപ്പൊ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഈ പത്രം എടുത്ത് നേരെ മുടിയൻ പയ്യന്റെ അടുത്ത് പോയിരിക്കും. അവൻ ആ കോർട്ടിലുണ്ട്. കോർട്ടിൽ വെച്ചാണ് ലേലം വിളി നടക്കാൻ പോകുന്നത്. ഇപ്പൊ ഹീറോ അവന്റെ അടുത്ത് വന്നിരുന്നിട്ട് അവനോട് പറയും ഞാൻ ഈ പത്രം വായിച്ചു തീർത്തു, നിനക്ക് വേണമെങ്കിൽ ആ പത്രം ഇങ്ങതാ, ഇത് വായിച്ചു എന്ന് പറഞ്ഞിട്ട് മുടിയനും അതുപോലെ തന്നെ ഹീറോന്റെ ഇരിക്കുന്ന ആ പത്രം വാങ്ങിച്ചിട്ട് അവന്റെ ഇരിക്കുന്ന പത്രം ഹീറോന്റെ കൊടുക്കും. ഇന്നത്തെ പത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പേറ്റന്റിന്റെ കാര്യം ഫസ്റ്റ് പേജിൽ തന്നെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ അവൻ കാണാനായിട്ട് മനഃപൂർവ്വം കൊടുത്തതാണ്. അതേപോലെ തന്നെ അവൻ കാണുന്നുണ്ട്, മുടിയൻ ആ പത്രത്തിൽ കാണുന്നുണ്ട് ആ പേറ്റന്റിന്റെ കാര്യം, എന്നാൽ പ്രതികരിക്കുന്നൊന്നുമില്ല. ആ നേരം വില്ലൻ പയ്യൻ വന്നിട്ട് ഹീറോനെ ചീത്ത പറയും. ഹീറോ എന്തിനാണ് മുടിയന്റെ കൂടെ ഇരിക്കുന്നതെന്നാണ് അവന്റെ ഡൗട്ട്. എന്നാൽ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എന്താണ് എനിക്ക് ഇവിടെ ഇരുന്നൂടെ, ഇത് കോട്ടല്ലേ, നിന്റെ സ്വത്തൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അവൻ അവിടെ നെണീറ്റ് ലേലം വിളിക്കാനായിട്ട് പോകും. പിന്നാലെ മുടിയനും പോകും. മുടിയൻ പോണേന് മുമ്പ് വില്ലനൊന്ന് മോട്ടിവേറ്റ്
ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ട് വാന്ന് പറഞ്ഞിട്ട്. എന്തായാലും ലേലം വിളിക്കാനായിട്ട് മുടിയനും പിന്നാലെ ചെല്ലും. അങ്ങനെ ലേലം വിളിക്കുന്ന സമയമായിട്ടുണ്ട്. ഹീറോയും അതുപോലെ തന്നെ മുടിയനും മാത്രമേ ഉള്ളൂ സ്റ്റൈലം പയ്യന്റെ അച്ഛന് വേണ്ടി ലേലം വിളിക്കാനായിട്ട് പോകുന്നത്. ഇവർ രണ്ടുപേരും ഒരു തുക പറയും. ആരാണോ ഏറ്റവും കൂടുതൽ തുക വെക്കുന്നത് അവർക്ക് ആ ഒരു കമ്പനി കിട്ടും. മുടിയനൊക്കെ കമ്പനി പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്നത് ആ ഒരു പേറ്റന്റിന്റെ പേരിലാണ്. എന്നാൽ അത് പബ്ലിക് ആക്കിയിട്ടുണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കമ്പനി ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഇപ്പം മുടിയൻ പയ്യൻ മനഃപൂർവ്വം ഹീറോയ്ക്ക് വേണ്ടി തോറ്റു കൊടുക്കുകയാണ്. അവൻ ഏകദേശം 10,000 വോൺ മാത്രമേ വെക്കുന്നുള്ളൂ. എന്നാൽ ഹീറോ 30 മില്യൺ വോൺ വെക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ആ കമ്പനി കിട്ടാണ്. ഹീറോ ജയിക്കുന്നുണ്ട്. ഇതിനുശേഷം ഹീറോയും മുടിയനും പുറത്തോട്ടിറങ്ങി വരും. ഹീറോനോട് ചോദിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. എന്നാൽ ഹീറോ പറയും അവനൊരു ട്രേഡറാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗമായല്ലോ, ഇതിനു വേണ്ടിയിട്ടല്ലേ ആ കമ്പനി പിടിച്ചെടുക്കാനായിട്ട് നോക്കിയത്. ആ കമ്പനി പിടിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാവും? ഇപ്പൊ നിങ്ങൾക്ക് ആ ഫാൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമല്ലോ, ഇത് മതി, ഞങ്ങൾക്ക് ആ കമ്പനി വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പറയുമ്പോൾ അവൻ ഹീറോനോട് അടുക്കുന്നുണ്ട്. ഹീറോ പറയും ഇനി നിങ്ങൾ ആ ഒരു പാട്ട് കേൾക്കുന്ന സംഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, സോറി പാട്ട് കേൾക്കുന്നതല്ല, ആ വീഡിയോ കാണുന്ന സംഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അത് വിൽക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനൊരു ട്രേഡർ ആണെന്ന് പറഞ്ഞ് അവന്റെ ബിസിനസ് കാർഡ് എടുത്ത് കൊടുത്ത് ഒരു ബിസിനസ് ഉറപ്പിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അതാണ് യഥാർത്ഥ ബിസിനസ്സുകാരൻ. ഒരവസരം പോലും കളഞ്ഞില്ലല്ലോ. ആ ഒരു വീഡിയോ പ്ലെയർ കിട്ടിയാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. വീഡിയോ പ്ലെയർ അന്ന് വരുന്ന സമയമാവുന്നേ ഉള്ളൂ, അപ്പൊ അത് പെട്ടെന്ന് തന്നെ വിറ്റുപോകും. ഹീറോ പോയതിനു ശേഷം അങ്ങോട്ട് വില്ലൻ വരും. വില്ലൻ വന്നിട്ട് മുടിയന്റെ കഴുത്തിന് തൂക്കി പിടിക്കുകയാണ്. എന്നാൽ മുടിയൻ യാതൊരു പൂസലും ഇല്ല. അവൻ ആ ഒരു കൈ തട്ടി മാറ്റും. എന്നിട്ട് അവിടെ നിന്ന് പോവാണ്. മുടിയൻ ഇനി കാര്യമില്ലല്ലോ വില്ലൻ പയ്യന്റെ ആ ഒരു ഇത് നടപ്പാക്കേണ്ട കാര്യം, മീൻസ് ആ കമ്പനി വാങ്ങേണ്ട കാര്യമില്ല. അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു ഫാൻ യൂസ് ചെയ്യാൻ പറ്റും. ആ ഫാൻ യൂസ് ചെയ്യാനുള്ള പേറ്റന്റിന് വേണ്ടിയിട്ടായിരുന്നു ആ കമ്പനി അടിച്ചു മാറ്റാനായിട്ട് നോക്കിയത്. എന്നാൽ ഹീറോയൊക്കെ അത് പബ്ലിക് ആക്കിയത് കൊണ്ട് തന്നെ അതിന്റെ ആവശ്യമില്ല. കട്ട് ചെയ്താൽ ഹീറോനെ കാണിക്കുമ്പോൾ അവൻ സ്റ്റൈലം പയ്യന്റെ അച്ഛന്റെ കമ്പനിയിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് എല്ലാരെയും കൂടെ കൂട്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒട്ടിച്ച സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വലിച്ചിളക്കും. സീസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റിക്കറൊക്കെ എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നീട് പണിക്ക് പോകും. കാരണം ഇവരുടെ കമ്പനി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ജോലി ആരംഭിക്കാം, അതുപോലെ തന്നെ സാധനങ്ങൾ വിൽക്കാം, ഒരുപാട് പണം സമ്പാദിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വീണ്ടും വില്ലൻ പയ്യനെയും മുടിയൻ പയ്യനെയും കാണിക്കുകയാണെങ്കിൽ ഇവര് തമ്മിൽ വടക്കായിട്ടുണ്ട്. വില്ലൻ പയ്യൻ കുറച്ച് കോൺട്രാക്ട് എടുത്തുകൊണ്ട് വന്നിട്ട് മുടിയന്റെ കൊടുക്കും. ഇവര് തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ പേറ്റന്റ് വില്ലൻ പയ്യൻ മുടിയന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവനൊരു ഷിപ്പ് വാങ്ങിച്ചു കൊടുക്കാന്ന്. ആർക്ക്? വില്ലൻ പയ്യൻ ഒരു ഷിപ്പ് വാങ്ങിച്ചു കൊടുക്കാന്ന്. അത് മുടിയൻ പയ്യനാണ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. എന്നാൽ മുടിയനാണെങ്കിൽ ആ ഒരു കോൺട്രാക്ട് വാങ്ങിച്ച് കീറിക്കളയും. കാരണം അതിന്റെ ആവശ്യമില്ല, അത് പബ്ലിക് ആക്കി. ആ ഒരു കാര്യം പറഞ്ഞിട്ട് മുടിയൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇനി വില്ലൻ പയ്യന്റെ ഒന്നും ആവശ്യമില്ല, ഫ്രീ ആയിട്ട് തന്നെ ആ മൈക്രോ ഫാൻ ഉപയോഗിക്കാനായിട്ട് കഴിയും. മുടിയൻ ഇറങ്ങിപ്പോകുമ്പോഴാണ് മാനേജർ കയറി വരുന്നത്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ കോൺട്രാക്ട് വിട്ടെറിഞ്ഞിട്ട് പോയതാണെന്ന് മാനേജറിനോട് പറയും. ഇവര് ഷിപ്പ് വാങ്ങാനായിട്ട് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ആ പൈസയും തിരിച്ചു കിട്ടത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് അവർക്ക് അറിയാൻ പാടില്ല. ഈ കടം നിവത്താനായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് തന്നെ വില്ലൻ പയ്യൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് പറക്കണമെന്ന്. അതിൽ ഹീറോന്റെ കമ്പനി ഉണ്ട്. ഇപ്പൊ വില്ലൻ പയ്യന്റെ കമ്പനിയാണല്ലോ ഹീറോന്റെ കമ്പനി. അതുകൊണ്ട് തന്നെ വില്ലൻ പയ്യൻ അത് വിൽക്കാനുള്ള പ്ലാൻ ഇടാണ്. പിറ്റേ ദിവസം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വില്ലൻ പയ്യൻ ആ കമ്പനി വിൽക്കാനായിട്ട് ആളെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹീറോയിനും മാനേജറും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും. ഈ വിവരം അറിഞ്ഞിട്ട് ഹീറോ കൂടെ അങ്ങോട്ട് വരും. ഹീറോയ്ക്ക് ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. ഹീറോ നേരെ വില്ലൻ പയ്യനെ ചെന്ന് കാണും. വില്ലൻ പയ്യൻ ഹീറോന്റെ ഓഫീസിലുണ്ടായിരുന്നു. അവനാണെങ്കിൽ കോൺട്രാക്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ കമ്പനി വിൽക്കാനായിട്ട്. ഹീറോ വന്ന് ആ കോൺട്രാക്ട് വലിച്ചു കീറി കളയും. അവിടെ നിൽക്കുന്ന ആളോട് വില്ലൻ പയ്യൻ പറയും ഒന്നും കൂടെ ആ കോൺട്രാക്ട് പോയി എടുക്കാൻ. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയടനെ ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് വില്ലൻ പയ്യനോട് ചോദിക്കും എന്താടാ നീ എനിക്ക് വാക്ക് തന്നെയല്ലേ ഈ കമ്പനി വിൽക്കത്തില്ലാന്ന്, അതുകൊണ്ടല്ലേ ഞാൻ CEO സ്ഥാനം ഒഴിഞ്ഞു തന്നേന്ന്. എന്നാൽ അവന്റെ കമ്പനിയാണ്, അവന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് വില്ലൻ പയ്യൻ പറയും. ഹീറോയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് വില്ലൻ പയ്യന്റെ കോളറിന് തൂക്കി പിടിച്ച് അവന്റെ മോന്ത് നോക്കി ഒറ്റ കുത്താണ്. ആ കുത്തിൽ അവൻ വീണുപോയി. അതുപോലെ തന്നെ അവനെ എടുത്തു പൊക്കി തറയിൽ അടിക്കുന്നുണ്ട്. അത് നട്ടൽ കൊണ്ടാണ് അടിക്കുന്നത്. നല്ല വേദനിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വില്ലൻ പയ്യന് എണീക്കാൻ പറ്റുന്നില്ല. അവനോട് പറയും നീ എന്തിനാണ് ഈ വാശിയും വൈരാഗ്യമായിട്ട് നിൽക്കുന്നത്? നീ എത്ര നാള് ആൾക്കാരെ തല്ലി തോപ്പിക്കും? ഈ അടി കൊണ്ട് എല്ലാം നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? എന്നെ മാത്രം തല്ലിയ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ആദ്യം എന്നെ അല്ല തല്ലണ്ട, വേറെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകും. ഹീറോ ഉദ്ദേശിച്ചത് മറ്റാരെയല്ല, വില്ലൻ പയ്യനെ വളർത്തി വഷളാക്കിയ അവന്റെ അച്ഛനെ തന്നെയാണ്. ഇവ എത്ര ആൾക്കാരോട് വഴക്കുണ്ടാക്കി പിടിച്ചു നിൽക്കും? എല്ലാ ആൾക്കാരോടും വഴക്കുണ്ടാക്കി പിടിച്ചു നിൽക്കാനായിട്ട് കഴിയോ? പ്രശ്നം കൊണ്ട് എല്ലാം സോൾവ് ആക്കാൻ പറ്റുമോ? എത്ര നാൾ ഈ വൈരാഗ്യം കൊണ്ട് നടക്കും? ഹീറോയ്ക്ക് ഈ വൈരാഗ്യമൊന്നും മനസ്സിലില്ല. എന്നാൽ വില്ലൻ പയ്യൻ ഒരുപാട് വൈരാഗ്യം മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഹീറോ രക്ഷപ്പെടലെന്ന് ആഗ്രഹിക്കുന്നത് അവൻ. ഇപ്പൊ ഹീറോ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ബാക്കിയുള്ള ആൾക്കാരോട് പറയും നിങ്ങൾ ആരും പേടിക്കണ്ട, ഇന്ന് നിങ്ങൾ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കാതെ വീട്ടിൽ പോയിക്കോ, പഴയതുപോലെ നാളെ ജോലിക്ക് വന്നാൽ മതിയെന്ന്. ഇതും പറഞ്ഞിട്ട് ഹീറോ പോകും. മറ്റൊന്നുമല്ല, ഈ കമ്പനി വിൽക്കാനായിട്ട് പോകുന്നില്ല. അതിനാണ് വില്ലൻ പയ്യന്റെ മോന്ത് നോക്കി കുത്തിയത്. ഇനി വില്ലൻ പയ്യൻ വിൽക്കാൻ പോവാണെങ്കിൽ ഒന്നും കൂടെ കുത്തും. അത്രയല്ലേ ഉള്ളൂ. ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പിന്നാലെ തന്നെ എല്ലാവരും സന്തോഷപ്പെട്ട് ഇറങ്ങി പോവാണ്. ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇവർ ജീവൻ പോലെ കാണുന്ന കമ്പനിയാണ്, ഇവരുടെ ജീവിത മാർഗമാണിത്. ഇത് വിൽക്കാന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം വിഷമകരമായിട്ടുള്ള കാര്യമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? പിറ്റേ
ദിവസം വില്ലൻ പയ്യനും അതുപോലെ തന്നെ വില്ലൻ പയ്യന്റെ മാനേജറും കൂടെ അച്ഛനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ട്. ഈ മാനേജർ കാല് മാറിയാണ്. ഇത്രയും നാൾ അച്ഛന്റെ കൂടെ നിന്നിട്ട് ഇപ്പം മോന്റെ കൂടാണ് നിൽക്കുന്നത്. എന്തായാലും വില്ലൻ പയ്യൻ വന്ന അച്ഛന്റെ ആ ഒരു കൈവിരൽ അടയാളം പതിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ അച്ഛന്റെ വലിയൊരു ബിൽഡിംഗ് ഇല്ലേ, അത് പണയപ്പെടുത്താനായിട്ട്. അത് പണയപ്പെടുത്തിയിട്ട് ഷിപ്പിനുള്ള പൈസ കൊടുക്കാനായിട്ട്. അച്ഛനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അയാൾക്ക് കൈ അനക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ പിടിവലി നടത്താനൊന്നും കഴിയുന്നില്ല. ഒപ്പം വാങ്ങിച്ചിട്ട് വില്ലൻ പയ്യൻ പുറത്തോട്ടിറങ്ങി വരും. ഈ ഒപ്പെന്ന് പറയുമ്പോൾ കൈ വെച്ച് പതിപ്പിക്കുന്നതാണ്, ഒപ്പിട്ട് കൊടുക്കണ്ട. എന്തായാലും മാനേജറിനോട് പറയും ആ ഹോസ്പിറ്റലിന്റെ കാര്യം എന്തായെന്ന്. അച്ഛനെ കൊണ്ടാക്കാനുള്ള ഹോസ്പിറ്റല്. ഇനി അച്ഛൻ പുറലോകം കാണാനായിട്ട് പോകുന്നില്ല. മാനേജർ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത്രയും നാള് ഈ മാനേജറിന് ജോലി കൊടുത്ത മനുഷ്യനാണ് അകത്ത് കിടക്കുന്നത്. അതിന്റെ നന്ദി പോലും ഇയാൾ കാണിക്കുന്നില്ല. ഉടനടി ആരുടെയിൽ പൈസ ഉണ്ടോ അങ്ങോട്ടങ്ങ് ചാടി. ഇപ്പൊ വില്ലൻ പയ്യന്റെ ആണല്ലോ പൈസ മൊത്തം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് വില്ലൻ പയ്യനും അതുപോലെ തന്നെ മാനേജറും അവിടെ നിന്ന് പോവും. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ രണ്ടുപേരും അവിടെ നിപ്പുണ്ടായിരുന്നു. ആരൊക്കെ? നമ്മുടെ മാനേജറും ഡയറക്ടറും. അന്ന് ഡയറക്ടർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. അപ്പൊ അത് നോക്കാനായിട്ട് വന്നെയാണ്. ഇവർക്ക് മനസ്സിലായി അച്ഛനെ അതിനകത്ത് പൂട്ടി വെച്ചിട്ടുണ്ടെന്ന്. അച്ഛൻ മിസ്സിംഗ് ആയിരുന്നല്ലോ. പിന്നീട് അച്ഛനെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് മാനേജർ അവിടെ വെയിറ്റിംഗിലാണ്. ആ സമയം 2 സെക്യൂരിറ്റീസ്, അതിൽ നമ്മുടെ ഡയറക്ടറും ഉണ്ട്. ഡയറക്ടർ വന്നിട്ട് പറയും എല്ലാ കണ്ടെയ്നറും ആരൊക്കെയോ വന്ന് തുറന്നിട്ടിട്ടുണ്ടെന്ന്. അവിടെ ഇരുന്ന് എല്ലാ കണ്ടെയ്നറും, അതിനർത്ഥം കള്ളം കയറിയെന്നാണ്. ഇത് കേട്ട് ടെൻഷനായ നമ്മുടെ, അതായത് വില്ലൻ പയ്യന്റെ മാനേജർ അവിടെ നിന്ന് അത് നോക്കാനായിട്ട് പോകും. നമ്മുടെ ഡയറക്ടർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നമ്മുടെ മാനേജറിനോട് പറയും. നമ്മുടെ മാനേജർ അവിടെ യൂണിഫോം ഒക്കെ ഇട്ട് അതുപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ആ വില്ലൻ പയ്യന്റെ അച്ഛൻ ഇരിക്കുന്ന ആ ഒരു കണ്ടെയ്നർ അടിച്ചു മാറ്റി കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. അതേപോലെ തന്നെ മറ്റേ മാനേജർ മാറിയ സമയത്ത് നമ്മുടെ മാനേജറും അതുപോലെ തന്നെ സ്റ്റൈലും പയ്യനും കൂടെ വന്ന് ആ ഒരു കണ്ടെയ്നർ അടിച്ചു മാറ്റും. ഒരു ട്രക്കിൽ കയറ്റുന്നുണ്ട്. അതും ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കണ്ടെയ്നർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റാരുമല്ല, അത് നമ്മുടെ സ്റ്റൈലും പയ്യനാണ്. അതിൽ അവന് സ്കില്ലുണ്ട്. എന്തായാലും എങ്ങനെയൊക്കെ ട്രക്കിൽ കയറ്റിയിട്ട് ഇവര് അവിടെ നിന്ന് പോകുന്നുണ്ട്. ട്രക്ക് വേറെ സൈഡിലോട്ടും പോകും. അതുപോലെ തന്നെ മാനേജറും സ്റ്റൈലും പയ്യനും ഇവർക്കറിയാവുന്ന ആരും കൂടെ പോകുന്നില്ല. അച്ഛനെയും കൊണ്ട് ഈ ട്രക്ക് പോവാണ്. അത് ഹോസ്പിറ്റലിലോട്ട് എന്നുള്ള പേരിലാണ് പോകുന്നത്. ഇനി എന്ത് നടക്കുന്നു നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. പിന്നീട് ഈ ഡ്രൈവർ ട്രക്ക് എടുത്ത് പോവാണ് അച്ഛനുള്ള കണ്ടെയ്നറുമായിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഹീറോ കാർ ഒതുക്കിയിട്ടിട്ട് അതിന്റെ മണ്ടലിൽ കയറി നിൽക്കുകയാണ് ഈ ട്രക്ക് നിർത്താനായിട്ട്. അങ്ങനെ ഇത് നിർത്തിയില്ലേ പറ്റൂ, ഹീറോനെ ഇടിച്ച് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ട്രക്ക് ഡ്രൈവർ എങ്ങനെയൊക്കെ ട്രക്ക് ചവിട്ടി നിർത്തും. ഹീറോ വന്നിട്ട് അത് കണ്ടെയ്നർ തുറന്നു നോക്കുമ്പോൾ അതിന്റെ പിന്നിൽ തന്നെ അച്ഛൻ ബോധം കെട്ട് കിടപ്പുണ്ട്. അതിനുശേഷം അച്ഛനെയും വിളിച്ചുണർത്തി ഹീറോ ഒരു സൈഡിൽ മാറിയിരിക്കുകയാണ്. അച്ഛൻ്റെ ആ ഒരു പേപ്പർ എടുത്തു കൊടുക്കും. ഹീറോയ്ക്ക് ആ കമ്പനിയുടെ ഷെയർ വേണമെന്നൊന്നുമില്ല, അതുകൊണ്ടാണ് അത്രയും ധൈര്യമായിട്ട് കൊടുത്തത്. എന്നിട്ട് അയാളോട് ചോദിക്കും എന്തുകൊണ്ടാണ് എന്റെ അച്ഛന് നിങ്ങൾ പൈസ തിരിച്ചടയ്ക്കാഞ്ഞെന്ന്. അയാൾ പറയും അതിനുള്ള സാഹചര്യമൊന്നും ഒത്തു വന്നിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇത്രയും വലിയ ബിസിനസ് ആണ് റൺ ചെയ്യുന്നത്. അതിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടം വരും. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാഞ്ഞെന്ന്. അതുപോലെ തന്നെ ഹീറോ ഒരു ഡീൽ ഉണ്ടാക്കും. മറ്റൊന്നല്ല, ഇയാൾക്ക് ഇവിടെ നിന്ന് നടന്നു പോവാം. ഹീറോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഹീറോന്റെ കമ്പനിയുടെ സ്ഥാനം ഹീറോയ്ക്ക് കൊടുക്കണം. ഇവര് പറഞ്ഞതുപോലെ തന്നെ ഹീറോ അന്ന് ഇയാളെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇയാളില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എഗ്രിമെന്റ് എടുത്ത് കൊടുക്കും. ഹീറോന്റെ ആ കമ്പനിയിലെ പഴയ സ്ഥാനം ഹീറോയ്ക്ക് കൊടുക്കണം. ആ കമ്പനിയും കൊടുക്കണം. അതിനുറപ്പാണെങ്കിൽ ഇയാളോട് ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ പറയും. ഇയാൾ ഡൗട്ട് അടിച്ചിട്ട് ഹീറോനോട് ചോദിക്കും നീ എല്ലാരും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. നീ ഇപ്പൊ എന്തിനാ എന്നെ വിട്ടയക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറഞ്ഞു കൊടുക്കും. ഇയാൾ ഏകദേശം 350 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇയാളുടെ കാര്യത്തിൽ തീരുമാനമായ വില്ലൻ പയ്യൻ എല്ലാം റെഡിയാക്കും. ആ 350 പേരുടെ കാര്യത്തിലും തീരുമാനവും. ബിസിനസ് എല്ലാം പൊട്ടിപ്പോവും. അപ്പൊ ഇയാൾ ഉള്ളിടത്തോളം കാലം ആ 350 പേർക്ക് ജീവിക്കാനായിട്ട് കഴിയല്ലോ. അത് ഓർത്തിട്ടാണ് ഹീറോ ഇയാളെ വെറുതെ വിടുന്നത്. അയാൾ പറയും എല്ലാ ആൾക്കാരെയും നീ ഇങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, ഈ ഭൂമി ഒരു നരകമാണെന്ന്. ഹീറോ പറയും വില്ലൻ പയ്യൻ ഇങ്ങനെ ആവാനായിട്ട് കാരണം മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് നിങ്ങളുടെ മോനെ പഠിപ്പിച്ചു കൊടുത്തത് ഈ ഒരു ഭൂമി നരകമാണെന്ന്. എന്നാൽ എന്റെ അച്ഛൻ എന്നെ എന്താ പഠിപ്പിച്ചെന്ന് അറിയാമോ? ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും പൂക്കളാണ്. എല്ലാരും ഓരോ സമയമാകുമ്പോൾ പൂക്കും. ഇതാണ് ഞാനും നിങ്ങളുടെ മോനുമായിട്ടുള്ള വ്യത്യാസം. എന്റെ അച്ഛനും നിങ്ങളുമായിട്ടുള്ള വ്യത്യാസം. 2 ആൾക്കാർ വളർത്തിയ മക്കളായിട്ടുള്ള വ്യത്യാസം. നിങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ മോൻ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഇയാൾ ഇത് കേട്ട് വിഷമിച്ചിട്ട് ആ പേപ്പർ എടുത്ത് നടന്നു പോകും. ആ എഗ്രിമെന്റ് ഇയാളുടെ കയ്യിലുണ്ട്. ഹീറോ പറഞ്ഞത് കറക്റ്റ് അല്ലേ? വില്ലൻ പയ്യൻ ഇങ്ങനെ ആവാൻ കാരണം മറ്റാരുമല്ല, അത് ഇയാൾ തന്നെയാണ്. എന്നാൽ ഹീറോ ഇങ്ങനെ ആവാൻ കാരണം അത് അവന്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ അവനെ നല്ല രീതിയിൽ വളർത്തിയോണ്ടാണ് അവന്റെ ആ ഒരു സ്വഭാവം അങ്ങനായി മാറിയത്. രാത്രി ആവുന്ന സമയത്ത് കൂട്ടുകാരൻ അവന്റെ കടയിലിരുന്ന് എന്തൊക്കെ അടുക്കി പറക്കുന്നുണ്ട്. ആ സമയം അങ്ങോട്ട് അനിയത്തി വരും. അനിയത്തി ഇപ്പൊ എന്തിനാ വന്നതെന്ന് അറിയാൻ പാടില്ല. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു എപ്പിസോഡ് കൂടിപ്പോയി, കാരണം ഒരുപാട് ലെന്തായിരുന്നു. എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ ഓക്കെ, ബൈ.